അടുത്ത നമ്മൾ തിരുവനന്തപുരത്തേക്കാണ്, തലസ്ഥാനത്തേക്ക്. തിരുവനന്തപുരത്ത് നമുക്കറിയാം ഇത്തവണ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന, മറ്റ് 19 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചിത്രമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്ത് നമ്മൾ കാണണം. തിരുവനന്തപുരം മണ്ഡലം നമുക്കറിയാവുന്നതുപോലെ എല്ലാ കാലത്തും UDF സ്വഭാവമുള്ള മണ്ഡലമാണ്, UDFൻ്റെ സ്വഭാവമാണ്, UDFൻ്റെ മണ്ഡലമാണത് എന്ന കാര്യം നമ്മൾ ഇതുവരെ അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. 2009 മുതൽ ശശി തരൂർ MP ആണ്. 2014 അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയുകയുണ്ടായി, എങ്കിലും അദ്ദേഹം ശക്തമായി തന്നെ അവിടെയുണ്ട്. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അത് ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി മാറിയിട്ടുണ്ട്, ഒന്നാമത്തെ പോയിന്റായി മാറിയിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ചിത്രം. 2014 ഇലക്ഷൻ റിസൾട്ട് നമുക്ക് നോക്കാം. 2014 ബെന്നറ്റ് എബ്രഹാം ആയിരുന്നു താരതമ്യേന വളരെ പുതുമുഖമായിട്ടുള്ള, പരിചയമില്ലാത്ത അദ്ദേഹമായിരുന്നു അവിടുത്തെ LDFൻ്റെ CPIയുടെ സ്ഥാനാർത്ഥി. 2,48,941 വോട്ടുകൾ അദ്ദേഹം ആകെ സമാഹരിച്ചു. ഡോക്ടർ ശശി തരൂർ 2,97,806 വോട്ടുകൾ നേടി. O രാജഗോപാലായിരുന്നു അവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യം നമുക്കറിയാം. അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി. 2,82,336 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചത്. O രാജഗോപാലിന് മേൽ ഡോക്ടർ ശശി തരൂരിന് 15,470 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കണം. 2014 15,470 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ഡോക്ടർ ശശി തരൂരിന് ഉണ്ടായിരുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായ ചിത്രം നമുക്ക് നൽകും. ഇടതുപക്ഷത്തിനാണ് അവിടെ ഭൂരിപക്ഷം, UDFനല്ല, ഇടതുപക്ഷത്തിനാണ് ആ നിയമസഭകളിൽ ആകെ ചേർന്നാൽ ഭൂരിപക്ഷമുള്ളത് എന്ന കാര്യം ഓർക്കണം. 63,726 വോട്ടുകളുടെ ഭൂരിപക്ഷം LDFന് അവിടെ എല്ലാ മണ്ഡലങ്ങളിലുമായിട്ടുണ്ട്. നമുക്ക് കാണാം, തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, കോവളം, നെയ്യാറ്റിൻകര, പാറശാല, ഇത്രയും സ്ഥലങ്ങൾ അവിടെ CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നല്ല ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ചില മണ്ഡലങ്ങളുണ്ട്. വളരെ വിചിത്രമായ, അല്ലെങ്കിൽ ഇതുവരെ കേരളം പരിചയിക്കാത്ത വിധത്തിലുള്ള വിധി നൽകിയ നിയമം പോലുള്ള ഇടങ്ങളുണ്ട്. വലിയ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം നൽകിയ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്നുകൂടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വട്ടിയൂർക്കാവ് പോലുള്ള ഇടങ്ങളുണ്ട്. അതിശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങേയറ്റം വ്യത്യസ്തവും രസകരവുമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പ്രദർശിപ്പിക്കുന്ന ഇടമാണ് തിരുവനന്തപുരം മണ്ഡലം, ഈ കാരണങ്ങളെല്ലാം കൊണ്ട് എന്ന കാര്യം മറക്കരുത്. ഇപ്പോഴത്തേത് നമുക്കറിയാവുന്ന പോലെ C ദിവാകരൻ, അവർക്ക് LDFന് നിർത്താവുന്നതിൽ ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് ഇതിനകം VS അച്യുതാനന്ദൻ അടക്കം വിശേഷിപ്പിച്ച എല്ലാവർക്കും അറിയാവുന്ന C ദിവാകരൻ അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയെ, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഡോക്ടർ ശശി തരൂർ വീണ്ടും ജനവിധി തേടുകയാണ്. കുമ്മനം രാജശേഖരൻ, മിസോറാമിൻ്റെ ഗവർണറായി പോയ, കേരളത്തിൽ BJP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഗണിക്കുന്ന കുമ്മനം രാജശേഖരൻ ഗവർണർ സ്ഥാനം രാജിവെച്ച് വന്ന് മത്സരിക്കുന്നു എന്നതാണ് തിരുവനന്തപുരത്തെ വളരെയേറെ പ്രധാനപ്പെട്ടൊരു മണ്ഡലമാക്കി മാറ്റിയിരിക്കുന്നത് എന്ന കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. C ദിവാകരൻ്റേത് ഇടത് വോട്ടുകൾ ഏകീകരിക്കാനുള്ള കഴിവ്. അദ്ദേഹം CPIയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും CPM, നമ്മൾ നേരത്തെ വയനാട്ടിലെ പ്രത്യേക സാഹചര്യം എന്നതുപോലെ തിരുവനന്തപുരത്ത് CPMൻ്റെ കൂടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഒരാൾ, എല്ലാവർക്കും ചേർന്ന് ഒരാൾ എന്ന നിലക്ക് നല്ല നിലക്ക് വോട്ട് സമാഹരിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തെ മികച്ച റെക്കോർഡാണ് C ദിവാകരനുള്ളത് എന്നത് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്ക്, രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കറിയാം. ഈ പറയുന്ന സംഘാടന മികവ്, തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകമായ സംഘാടന മികവും പ്രദർശിപ്പിക്കുന്ന ആ നിലക്കുള്ള പ്രാധാന്യം കൂടെയുള്ള നേതാവാണ് C ദിവാകരൻ. ഡോക്ടർ ശശി തരൂരിനെ നമുക്കറിയാം, മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. MP എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുമെന്ന് UDF അതിശക്തമായി തന്നെ കരുതുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ മുഖമാണ് അദ്ദേഹം. അതായത് ഈ തവണ അധികാരം തിരിച്ചു പിടിക്കുമോ, ദേശീയ അധികാരത്തിലെത്തുമോ എന്ന ആലോചന കൂടെ വരുമ്പോൾ ശശി തരൂർ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലുണ്ടാകും എന്ന് ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ അത്തരം കാര്യങ്ങൾ കൂടെ വരും. രാഷ്ട്രീയത്തിലതീതമായിട്ടുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹം ഇതിനകം തന്നെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചും പ്രത്യേകമായിട്ടുള്ള പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തതാണ്. RSSൻ്റെ പിന്തുണ ഏറ്റവും കൂടുതൽ, RSSൻ്റെയും BJP ദേശീയ നേതൃത്വത്തിൻ്റെയും ഏറ്റവും പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ. BJPക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നതാണ് അദ്ദേഹത്തിനുള്ള സവിശേഷതയായി കാണേണ്ടത്. ശബരിമല വിഷയം അത് തുറന്ന് പരസ്യമായി പ്രചാരണ വിഷയമാക്കാൻ പാടില്ല എന്ന വിലക്കവിടെ ഉണ്ടെങ്കിൽ തന്നെയും ശബരിമല വിഷയം കത്തിക്കാളുന്ന സമയത്ത് എന്തെങ്കിലും രാഷ്ട്രീയ അഭിപ്രായം പറയാവുന്ന നിലയിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പദവിയെങ്കിലും, പക്ഷേ ശബരിമല വിഷയം കുമ്മനം രാജശേഖരന് അനുകൂലമായിട്ട് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീ NJ നായർ, ഈ പ്രവചനം ഒട്ടും സാധ്യമല്ലാത്തത് ആരാണ് മുന്നിൽ എന്നതാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ തന്നെയും വിഷയം. അതായത് ഈ സമയമാകുമ്പോഴേക്ക് അത്തരത്തിലൊരു ഒരു ചെറിയ പ്രവചന സ്വഭാവത്തിലേക്ക് തന്നെ പോകുന്ന നിലയിലേക്ക് എത്തണം എന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ തന്നെയും ഉദ്ദേശം. പക്ഷേ ഇവിടെ ഒട്ടും സാധ്യമല്ലാത്ത ഒരിടമായിട്ട് തിരുവനന്തപുരം മാറി നിൽക്കുകയാണ്. അവിടെ എന്താണ് നടക്കുന്നത്? കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെയധികം മാറ്റങ്ങളുണ്ട്. കാരണം O രാജഗോപാൽ മത്സരിക്കുമ്പോൾ
അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായുള്ള ഒരു സഹതാപം. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു, വിജയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അദ്ദേഹത്തിന് ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ധാരാളം പേര് ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ ധാരാളം അദ്ദേഹത്തിന് കിട്ടി. 2, CPIയുടെ സ്ഥാനാർത്ഥി ശ്രീ ശശി തരൂരിനോളം ശ്രീ ഒ രാജഗോപാലിനോളം ശക്തനല്ലായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാകെ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി ഇതിനെ എടുക്കുകയും അവരുടെ ഇടയിൽ നിന്ന് CPM-ഉം CPI-യും മറ്റ് പാർട്ടികളെല്ലാം ചേർന്ന് അവർ വളരെ ശക്തമായി യുണൈറ്റഡ് ആയിട്ട് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി തന്നെ ഇത് മുൻപോട്ട് കൊണ്ടുവരികയും ചെയ്തു. 2 ടേം കണ്ടിന്യൂസ് ആയി നിൽക്കുന്ന ജയിച്ച ആള് 3ാമത് വീണ്ടും വരുന്നു. പിന്നെ അദ്ദേഹം ഇപ്പോൾ UP അധികാരത്തിൽ വന്നാൽ സ്ഥാനങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സ്ഥാനങ്ങൾ കിട്ടുമെന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് കാൻഡിഡേറ്റ് വൈസ് ഇപ്രാവശ്യം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ശ്രീ ഒ രാജഗോപാൽ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. ഇത്തവണ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാം എന്നുള്ള സ്വാഭാവികമായ ചിന്ത. പിന്നെ ശബരിമല വിഷയം, ഈ ശബരിമല വിഷയം എന്ന് പറയുന്നത് ഈസ് ഓൺലി വൺ ഓഫ് ദ ഇഷ്യൂസ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇമോട്ടീവ് ഇഷ്യൂസ് മാത്രമല്ല, റിയൽ ലൈഫ് ഇഷ്യൂസ്, നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള നിലയ്ക്ക് 3 മുന്നണികളും തുല്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ BJPയെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൻ്റെ പേരിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടോ? ഇവർക്ക് ഏതെങ്കിലും സാമുദായിക സംഘടനകളുടെ പിന്തുണയുണ്ടോ? ഈ സാമുദായിക സംഘടനകളുടെ പിന്തുണ ഇവരെ എത്രമാത്രം സഹായിക്കും? ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. കാരണം നാടാർ കമ്മ്യൂണിറ്റീസിന് ഒരുപോലെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ മാത്രമല്ല ഈ പൊളിറ്റിക്കലായി കാര്യങ്ങൾ ചിന്തിക്കുന്ന രാഷ്ട്രീയത്തിന് വളരെ നിർണായകമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണിത്. അപ്പോൾ ഈ നിലയ്ക്ക് ഇതൊരു ഈ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഇംബാലൻസ് ഇത്തവണ ഈ ഫൈറ്റിലില്ല. 3 മുന്നണികളും 2 മുന്നണികൾ വളരെ മുന്നിലാണ്. ആദ്യ റൗണ്ടിൽ തന്നെ അവരെത്തിയിരുന്നു. ശ്രീ കുമ്മനം രാജശേഖരൻ്റെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും പ്രവർത്തനം കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. LDF ആദ്യം തുടങ്ങുന്നു, UDF-ഉം തുടങ്ങിയിരുന്നു. പക്ഷേ LDF തുടങ്ങി ഏകദേശം ഒരു കുറച്ച് മുന്നിലായ ശേഷമാണ് UDF കൂടെ എത്തിയത്. ഇതൊക്കെയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തുല്യമായ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് തുല്യ നിലയിലാണ് 3 പേര് നിൽക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അപ്പോൾ ഈ ശബരിമല ഇഷ്യൂ, അതുപോലെ ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിന്റെ സപ്പോർട്ട്, ഇതൊക്കെ എത്രമാത്രം ഡിസൈസീവ് ആണെന്നുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലാണ് തെളിയേണ്ടത്. തീർച്ചയായും സജീവനിവിടെ ഒട്ടും പ്രവചനത്തിന് ശേഷിയില്ലാത്ത അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെയുണ്ട്. ഈ തിരുവനന്തപുരത്തെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം അത് വെച്ച് വിശകലനം ചെയ്യുക എന്നതായിരിക്കും കുറെ കൂടെ കൃത്യമായിട്ടുള്ള കാര്യം. മറ്റെല്ലായിടത്തും എന്നതുപോലെ പക്ഷേ ഇവിടെ ഈ ശബരിമല വിഷയമൊക്കെ എങ്ങനെ പ്രതിഫലിച്ചു, അതിലെ ആളുകൾ എങ്ങനെ ചിന്തിച്ചു എന്നൊക്കെ പഠിക്കുക രസകരമായ കാര്യമായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം. പക്ഷേ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായിട്ട് അവരുടെ സവിശേഷതകൾ കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നൊരു മണ്ഡലമായതുകൊണ്ട് ശ്രീ കുമ്മനം രാജശേഖരന് നേരത്തെ കഴിഞ്ഞ തവണ ഉള്ളതുപോലെ ശ്രീ നായർ സൂചിപ്പിച്ചതുപോലെ ഒ രാജഗോപാലിനുള്ളതുപോലുള്ള അനുകൂല ഘടകങ്ങളില്ല എന്ന സാഹചര്യം അവിടെയുണ്ട്. BJP ഏത് കാര്യം വെച്ചായിരിക്കും ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചൂടായി വരുമ്പോൾ ചില മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഈ മുന്നണികൾ പുറത്തേക്ക് വിടുന്ന വാർത്തകളും അവരുടെ പ്രതീക്ഷകളും തന്നെയാണ് എന്ന ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുകയൊക്കെ അല്ലെങ്കിൽ ഒരു ആലോചന ഇന്ന നിലക്കായിരിക്കും പോവുക എന്ന ആലോചനയിലേക്ക് എത്തുകയൊക്കെ പ്രയാസമാകുന്ന സാഹചര്യം കുറച്ച് കൂടുതലായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. കുമ്മനം രാജശേഖരനെ വെച്ച് തിരുവനന്തപുരത്ത് BJP NDA കാണുന്ന സ്വപ്നങ്ങൾക്ക് നല്ല അടിസ്ഥാനമുണ്ട്, അടിത്തറയുള്ളതാണ് സ്വപ്നങ്ങൾ. അതങ്ങനെ ഫലിച്ചേക്കും എന്ന് പറയാവുന്ന സാഹചര്യം അവിടെ ഇരുന്നു കൊണ്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സനീഷ്, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു പ്രവചനത്തിൻ്റെ സാധ്യത കൂടി ഉണ്ടാക്കുന്ന ചർച്ചയാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ നേരത്തെയും തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 19 മണ്ഡലങ്ങളിലെ കാര്യം പ്രവചിച്ചില്ലെങ്കിൽ പോലും തിരുവനന്തപുരത്തിൻ്റെ കാര്യം പ്രവചിക്കാൻ കഴിയും. അത് ഒരു മാറ്റവുമില്ലാതെ UDF-ൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയാണ്. കാരണം ആ UDF-ൻ്റെ ശക്തി വെച്ചുകൊണ്ടല്ല പറയുന്നത്. 2014 സംഭവിച്ച എന്താണോ അത് തന്നെ ഇത്തവണയും സംഭവിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ തവണ 2014 മത്സരിക്കുമ്പോൾ രാജഗോപാലിനോടുണ്ടായ സഹതാപമാണ്. അങ്ങനെ സഹതാപ സിദ്ധാന്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ സംഭവിച്ച് കൃത്യമായുള്ള കാര്യമാണ്. BJP അല്ലെങ്കിൽ NDA വരാതിരിക്കാനുള്ള ഒരു അറിയാത്ത ഒരു വോട്ടിൻ്റെ ഒഴുക്ക്, അറിഞ്ഞോ അറിയാതെയുള്ളൊരു വോട്ടിൻ്റെ ഒഴുക്ക് അവിടെ കഴിഞ്ഞ തവണ സംഭവിച്ചിരിക്കുന്നു.
അവിടെ കഴിഞ്ഞ തവണത്തെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലനായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമല്ല. രാജഗോപാലിനോടുള്ള സഹതാപത്തിൻ്റെ പേരിൽ ഇത്രയും കാലം മത്സരിച്ചിട്ട് രക്ഷപ്പെടാത്ത ഒരാൾ മത്സരിക്കട്ടെ, ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള സഹതാപവുമല്ല. അവിടെ അവസാന ഘട്ടത്തിൽ സംഭവിച്ചത് എപ്പോഴും നേരത്തെ കാസർഗോഡ് ജില്ലയിൽ പലപ്പോഴും മഞ്ചേശ്വരത്തൊക്കെ സംഭവിക്കുന്ന പോലെ ഒരു തരത്തിലുള്ള ഒരു വോട്ടൊഴുക്ക് എതിർ ദിശയിലേക്ക് അറിഞ്ഞോ അറിയാതെയുള്ള ഒഴുക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിൻ്റെ ഒരു ഒഴുക്കുണ്ടാവുന്നു. അതാണ് 2014 അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഇത്തവണ നമ്മൾ കൃത്യമായിട്ട് ഒരു സംശയവുമില്ല, LDFിൻ്റെ സ്ഥാനാർത്ഥി ദിവാകരൻ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ശശി തരൂരിനെ കുറിച്ച് നമുക്കറിയാം, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ കുമ്മനം രാജശേഖരൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും രാജഗോപാലിൻ്റെ അത്ര വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇവിടെ സംശയം പ്രകടിപ്പിച്ച്. കുമ്മനം രാജശേഖരന് ശക്തനാണ്, ഒരു സംശയമില്ല. ഇപ്പോഴവർക്ക് വയ്ക്കാവുന്ന ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ. ഇവർ 3 പേരും ഒരേപോലെ ഒരേ ശക്തിയോടെ മത്സരിച്ചൊരു ത്രികോണ മത്സരമാണ് അവിടെ ഉണ്ടാവുകയെങ്കിൽ ഒരു സംശയവുമില്ലാതെ NDAക്ക് അനുകൂലമായിട്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏറ്റവും കൂടുതൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുന്ന 2 ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം, മറ്റൊന്ന് കാസർഗോഡാണ്. ഏറ്റവും കൂടുതലായിട്ട് സാമുദായിക ധ്രുവീകരണം, അത് ഹിന്ദു ധ്രുവീകരണമാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം ധ്രുവീകരണത്തിൻ്റെ കാര്യത്തിലൊക്കെ മലപ്പുറമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കൂടുതലായിട്ടുള്ളതാണ്. നമുക്കറിയാം, കേരളവർമ്മയൊക്കെ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിൻ്റെ കണക്ക് പണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഇവിടെ ശബരിമലയുടെ പ്രശ്നങ്ങളൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്, ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കൂടി ഒരു എഡ്ജ് തീർച്ചയായിട്ടും NDAക്കാണ്. പക്ഷേ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ, ഒരുപക്ഷെ രാഷ്ട്രീയ വോട്ടുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനുള്ള സാധ്യതയുണ്ട്. ആർക്കാണോ ഇപ്പോൾ UDFനോ LDFനോ മുൻകൈ എന്ന് നോക്കിയിട്ട് ഒരു മറിയാൻ സാധ്യത കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല, കാരണം എൻ്റെ ഒരു നിഗമനമാണ്. അതിൻ്റെ സാധ്യതയാണ് കഴിഞ്ഞ 2014 നമ്മൾ കണ്ടത്. അത് തന്നെ ഇത്തവണയും ഉണ്ടാകും. എൻ്റെ ഒരു കണക്കനുസരിച്ച് അത് UDFന് അനുകൂലമായിട്ട്, കാരണം ഇപ്പോഴത്തെ ഓട്ടത്തിൽ 1ാം സ്ഥാനത്ത് പൊതുവെ സർവകൾ പോലും വരുന്നൊരു കാര്യം NDA ആണ് കുറച്ച് മുമ്പിലായിട്ട്. പ്രചരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല അനുകൂല ഘടകങ്ങളുടെ കാര്യത്തിലും NDA ആണ് ഉള്ളത്. 2ാം സ്ഥാനത്ത് പിന്നെ UDF ആണ്. 3ാം സ്ഥാനം വലിയ വ്യത്യാസമില്ലാതെ 3ാം സ്ഥാനത്താണ് LDF ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഒരു UDF അനുകൂലമായിട്ടുള്ള ഒരു ഒഴുക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഒഴുക്കുണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണും. നേരിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ശശി തരൂർ ജയിച്ച പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് UDF ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീലാൽ, ഇവിടെ ഇങ്ങനെ വലിയ തീർത്തും നിസ്സാരനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ബെന്നറ്റ് എബ്രഹാം എന്ന് പറയാവുന്ന ഒരാൾ വന്നപ്പോൾ പോലും 2,48,941 വോട്ടുകൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. ഈ പറയുന്നതിനോട് അത്ര വലിയ വ്യത്യാസത്തിലല്ല മറ്റ് 2 പേരുടെയും വോട്ട് കിടക്കുന്നത്. എന്ന് വെച്ചാൽ അത്രക്ക് വലിയ ശക്തരല്ലാത്ത സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ പോലും ഇടതുപക്ഷത്തിന് അവരുടെ വോട്ട് സമാഹരിച്ചു നിർത്താവുന്ന സാഹചര്യമുണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? തീർച്ചയായും. അതായത് കഴിഞ്ഞ തവണ ഉണ്ടായത് ഈ 7-ൽ 4 മണ്ഡലങ്ങൾ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, ഈ 4 മണ്ഡലങ്ങളിൽ BJPക്കൊപ്പം നിന്നു. BJP 1ാം സ്ഥാനത്ത് വന്നു. ഈ 4 രാജഗോപാൽ 1ാം സ്ഥാനത്ത് വന്നു. അതിൽ ഘടകങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന്, രാജഗോപാലിനോട് തിരുവനന്തപുരംകാർക്കുള്ള ഒരു സ്നേഹം തന്നെയാണ്. രാജഗോപാൽ ഈ നിരവധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു, പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുന്നു, തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായി, ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായി, അദ്ദേഹത്തിനെതിരെ പരിഹാസങ്ങളുണ്ടായി. ആ ഒരു തിരുവനന്തപുരത്തെ, അതായത് വർക്കിംഗ് ക്ലാസ്, ഈ ഒരു മെജോറിറ്റി നഗരപ്രദേശത്തെ തിരുവനന്തപുരം ആ ഒരു പരിഹാസത്തിന് മറുപടി എന്ന നിലയ്ക്ക് രാജഗോപാലിനൊപ്പം നിന്നു എന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് 41,000 വോട്ടിൽ അധികം രാജഗോപാൽ നേടിയപ്പോൾ 34,000 മാത്രമാണ് ശശി തരൂർ നേടാൻ സാധിച്ചത്. CPI ആകട്ടെ 31,000-ൽ CPIM എത്തി. വട്ടിയൂർക്കാവിൽ 27,000 മാത്രമാണ് CPI നേടിയതെങ്കിൽ 43,000-ലധികം വോട്ടുകൾ രാജഗോപാലും 40,000 വോട്ടുകൾ ശശി തരൂർ നേടി. ഏറ്റവും കൂടുതൽ നേമത്താണ് രാജഗോപാലിന് ഗുണമായത്. 50,000-ലധികം വോട്ടുകൾ രാജഗോപാൽ നേമത്ത് നേടിയപ്പോൾ വെറും 32,000 വോട്ടുകളാണ് അവിടെ ശശി തരൂർ നേടാൻ സാധിച്ചത്. പക്ഷേ അത് കഴിഞ്ഞുള്ള മണ്ഡലങ്ങൾ, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, ഈ മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ നേരെ വിപരീതമായ ഫലമാണ് ഉണ്ടായത്. അത് ശ്രീ സജീവൻ പറഞ്ഞതുപോലെ ഇവിടെ ഈ 4 മണ്ഡലങ്ങളുടെ കണക്കുകൾ, അല്ലെങ്കിൽ 4 മണ്ഡലങ്ങളിൽ ഉണ്ടായ ഒരു വികാരം കണക്കിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു പക്ഷേ രാജഗോപാൽ ജയിച്ചു പോകുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ മറുഭാഗത്തുള്ള നാടാർ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണമുണ്ടായി. അത് ശശി തരൂരിലേക്ക് ഏകീകരണം ഉണ്ടാവുകയും അങ്ങനെയാണ് കോവളത്താണ് ശശി തരൂരിന് കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വോട്ട് ലഭിച്ചിരിക്കുന്നത്. 51,401 വോട്ടുകളാണ്. AK ആന്റണി വന്നിറങ്ങുന്നു, പ്രചാരണം നടത്തുന്നു, കോവളം മണ്ഡലം ഇളക്കി മറിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെ വരികയും അതോടെ പാറശാല മണ്ഡലത്തിൽ
മണ്ഡലത്തിൽ 50,000 വോട്ട് ശശി തരൂരിന് ലഭിച്ചപ്പോൾ 39,000-ലേക്ക് പോയി രാജഗോപാൽ. പക്ഷേ അവിടെ ബെന്നറ്റ് നോക്കും, ബെന്നറ്റ് 47,000-ലേക്ക് കടന്നു. അതാണ് ഈ 4 മണ്ഡലങ്ങളിലും ബെന്നറ്റ് തുല്യം നിന്നു. 42,000 വോട്ട് ബെന്നറ്റിന്റെ കോവളത്തുണ്ട്, 39,000-ലധികം വോട്ട് ബെന്നറ്റിന്റെ നെയ്യാറ്റിൻകരയുണ്ട്. ആ മൂന്ന് മണ്ഡലങ്ങളിലും ബെന്നറ്റ് നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് രാജഗോപാൽ വളരെ താഴേക്ക് പോവുകയും 29-30 നിലയ്ക്ക് രാജഗോപാൽ പോയപ്പോൾ 40-45 നിലയ്ക്ക് ബെന്നറ്റ് കയറി വന്നു, 50-48 നിലയ്ക്ക് ശശി തരൂർ പോയി. അതാണ് ഈ ജയത്തിന്റെ ഒരു ഘടകമായി മാറിയത്. ഈ ബെന്നറ്റ് 10ാമത് നിൽക്കുന്ന ആളാണെങ്കിൽ സി ദിവാരൻ 1ാമത് നിൽക്കുന്ന ആളാണ്. അതെ, അങ്ങനെ വരുമ്പോൾ സി ദിവാരൻ സ്ഥാനാർത്ഥിക്ക് അതിനകത്ത് ഈ നേതാക്കളുടെ വലിപ്പം അല്ലെങ്കിൽ അവരുടെ പാർട്ടി സ്ഥാനം എന്നുള്ളതിനപ്പുറം നമ്മൾ അതിനകത്ത് കാണേണ്ട ഒരു കാര്യം ചില സമുദായങ്ങളുടെ പിന്തുണയാണ്. ബെനറ്റ് എബ്രഹാമിന് കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഒരു സമുദായം ഉണ്ടായിരുന്നു. അതേ സ്ഥലങ്ങളിലാണ് ശശി തരൂരിന് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ അപ്പുറം ഉള്ള UDF വോട്ടുകൾ, കോൺഗ്രസ് വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തീരദേശ വോട്ടുകൾ. ഇപ്പൊ ശ്രീലാൽ പറഞ്ഞതുപോലെ AK ആന്റണിയെ പോലുള്ള നേതാക്കൾ വന്ന് നടത്തുന്ന ഏറ്റവും ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ഏറ്റവും അവസാനം പ്രചരണത്തിന്റെ അവസാന ദിവസം അദ്ദേഹം നടന്ന റോഡ് ഷോ എന്ന് പറയുന്നത് പോലെ തീരദേശ വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിന്നു. അത് പരമ്പരാഗതമായി നിൽക്കുന്ന വോട്ടുകൾ നിന്നു. വെജിറ്റേറിയൻ അങ്ങനെയാണ് ഇത്തവണ. അതെ, അതൊരു വലിയ വിവാദം അവിടെ അദ്ദേഹത്തിന് അത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഏതായാലും ഏറ്റവും അവസാനം ആ മണ്ഡലങ്ങളിൽ ആ തീരദേശ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് 15,000 വോട്ടിന് ശശി തരൂർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. താങ്കൾ പറഞ്ഞു തുടങ്ങി, അതായത് ഈ പാർട്ടി വോട്ട് എന്ന നിലക്കല്ല ഇടതുപക്ഷത്തിന്റെ വോട്ടിനെ കാണേണ്ടത്, ഈ സാമുദായിക വോട്ട് എന്ന നിലക്കാണ് കഴിഞ്ഞ തവണത്തേത്. ബെനറ്റ് എബ്രഹാം ഏറ്റവും മോശം സ്ഥാനാർത്ഥിയായി വിധി കൽപ്പിക്കപ്പെട്ടു. ആരോപണങ്ങൾ അതെ, സി ദിവാരൻ ആ ആരോപണത്തിൽ വിധേയനായ ഒരാളാണ്. എന്തായാലും പക്ഷേ ഒരു കാര്യം ഓർക്കണം, 2009 CPIയുടെ ജില്ലാ സെക്രട്ടറിയായ രാമേന്ദ്രൻ നായർ, P. രാമേന്ദ്രൻ നായർ വാങ്ങിയതിനേക്കാൾ കൂടുതൽ വോട്ട് 3ാം സ്ഥാനത്ത് പോയെങ്കിലും ബെനറ്റ് നേടിയിട്ടുണ്ട് 2014 തെരഞ്ഞെടുപ്പിൽ. അത് അദ്ദേഹത്തിന് ആ ഒരു സാമുദായിക പിന്തുണ. വരുന്ന ഒരു ചോദ്യം, ശശി തരൂരിന് സാധാരണ പുതിയ വോട്ടർമാരുടെ വോട്ട് വലിയ തോതിൽ ലഭിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വിശ്വപൗരൻ, എഴുത്തുകാരൻ തുടങ്ങിയ ഒരു ഘടകങ്ങൾ. പക്ഷേ ഇത്തവണ അതേപോലെ ഒരു സ്വാധീനം നിലനിർത്താൻ ശശി തരൂരിന് സാധിക്കുമോ എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ തിരിച്ചു വരാം നിങ്ങളിലേക്ക്. KJ ജേക്കബ്, ഇവിടെ ഈ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കുമല്ലോ. അത് ആർക്ക് അനുകൂലമായിട്ടായിരിക്കും അത് ഫലം ചെയ്യുക എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ശബരിമല പ്രധാനപ്പെട്ട വിഷയമായിരിക്കും എന്നതിൽ സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ തൻ്റെ ആധുനിക മുഖമൊക്കെ മൂലക്ക് വെച്ചിട്ട് ഈ ശബരിമല വിഷയത്തിൽ ഇപ്പറഞ്ഞതുപോലെ അദ്ദേഹത്തിൽ നിന്ന് വരില്ല എന്ന് പലരും വിചാരിച്ചിരുന്ന ഒരു നിലപാട് പിടിക്കുകയാണ് ശശി തരൂർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് മുന്നിലെത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് ആ വിഷയത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ അദ്ദേഹം UDFന്റെ അല്ലെങ്കിൽ BJPയുടെ ആ നിലപാടങ്ങ് പിടിക്കുകയാണ് ഉണ്ടായത്. ശബരിമല പ്രധാനപ്പെട്ട വിഷയമാവുകയില്ലേ? എന്താണത് ചെയ്യുക? നമുക്കൊരു പുറത്ത് അത് കാര്യമായിട്ട് കാണാനില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അകത്ത് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എങ്കിലും. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉള്ളത്, ഈ UDFന് ശബരിമലയുടെ പേരിൽ വലിയ വോട്ട് നഷ്ടമുണ്ടാകും എന്നുള്ള തോന്നൽ ഇപ്പോഴെനിക്കില്ല. കാരണം കഴിഞ്ഞ നമ്മൾ 2 ഘട്ടമായിട്ട് നടന്ന ശബരിമല ഇഷ്യൂവിന് ശേഷം 2 ഘട്ടമായിട്ട് നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിലൊരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ സാധാരണ എടുക്കാൻ പാടില്ല. പക്ഷേ എക്രോസ് നമ്മൾ കണക്കാക്കുമ്പോൾ അതൊരു പാറ്റേൺ മനസ്സിലാക്കിയാൽ UDFന് കാര്യമായി വോട്ട് നഷ്ടം വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ശശി തരൂരിൻ്റെ ഈ കാര്യത്തിലുള്ള സനീഷ് പറഞ്ഞ അതേ നിലപാടുകൂടി വരുമ്പോൾ UDFന് വലിയ വോട്ട് നഷ്ടമുണ്ടാകും എന്ന് തോന്നൽ എനിക്കില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം, ശ്രീ രാജഗോപാലിൻ്റെ കഴിഞ്ഞ 2014 ഇലക്ഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോഴുണ്ടാകുന്ന വോട്ടിൻ്റെ വ്യതിയാനത്തെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയിരുന്നു. അത് വളരെ രസകരമാണ്. അദ്ദേഹം അവിടെ പല തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പം BJPക്ക് സാധാരണ കിട്ടുന്ന വോട്ടിൻ്റെ 6 ഇരട്ടി വരെ രാജഗോപാൽ എന്ന കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മാറി വേറൊരു BJP കാൻഡിഡേറ്റ് വരുമ്പം പഴയതിലേക്ക് പോകും. അത് സഹതാപത്തിൻ്റെ വോട്ടാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പൊതുവെ അദ്ദേഹത്തിനുള്ള ഒരു ആക്സെപ്റ്റബിലിറ്റി, ഒരു ഉയർന്ന നേതാവ്, പിന്നെ ഒരു മിതഭാഷിയായ മിതത്വമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വോട്ട് 6 ഇരട്ടി 6,000 വോട്ട് കിട്ടുന്ന BJPക്ക് സാധാരണ കിട്ടുന്ന സ്ഥലത്ത് 36,000 വോട്ട് കിട്ടുക. അത് അദ്ദേഹം മാറി അടുത്ത കാൻഡിഡേറ്റ് വരുമ്പോൾ അതൊരു പഴയപോലെ 10-12 വോട്ടിലേക്ക് മാറി. BJPക്ക് പൊതുവേ ഉണ്ടായ അപ്സ്വിങ് കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഈ വലിയ തോതിൽ വോട്ട് സ്വിങ് ചെയ്യിക്കാനുള്ള ഒരു കഴിവ് ശ്രീ രാജഗോപാൽ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ പറ്റും
എന്നുള്ളത് ശ്രീ കുമ്മനം രാജശേഖരൻ്റെ വോട്ടിനെ അദ്ദേഹത്തിൻ്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ ശബരിമല എത്രത്തോളം ശബരിമല കാര്യത്തിൽ BJP RSS നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു നേതാവായിരുന്നു ശ്രീ കുമ്മനം രാജശേഖരൻ. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത്, ആ സമയത്ത് പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ളത് ഇതിനെ വോട്ടാക്കി മാറ്റുന്നതിൽ കുമ്മനം രാജശേഖരനെ തടയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, BJP RSS നേതൃത്വം അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കുമ്മനം രാജശേഖരൻ്റെ പ്രവൃത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വോട്ട് ശബരിമലയുടെ പേരിൽ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാൻ ഉള്ള പ്രവർത്തനം RSS BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് വളരെ സത്യമാണ്. അത് പുറത്തേക്ക് നമുക്ക് എത്ര കാണാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് അവസാനത്തെ വോട്ട് വരെ കിട്ടാനുള്ള ശ്രമം BJP RSS നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. തിരുവനന്തപുരത്ത് അത് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം. രാജീവ്, ഇവിടെ ബെനറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് തീർത്തും ഒരു പരാജയമായ തീരുമാനമായിരുന്നില്ല. അക്കാലത്ത് വിമർശിക്കപ്പെട്ടു, 3ാം സ്ഥാനത്തേക്ക് പോയതുകൊണ്ട്. പക്ഷേ വോട്ട് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ പോലുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ട് സമാഹരണം അധികമായിട്ട് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചയാൾ എന്ന നില കാണല്ലോ അദ്ദേഹത്തിന് നടപടിയൊക്കെ നേരിടേണ്ടി വന്ന സി ദിവാകരൻ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൽ ഒരു വൈദഗ്ധ്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമ്മൾ സമ്മതിക്കേണ്ടതായി വരും. അതേ വൈദഗ്ധ്യം അദ്ദേഹം ഈ ഘട്ടത്തിലും നമ്മൾ ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുകയില്ല. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആ നിലക്കുള്ള ഒരു കളി, ഒരു തന്ത്രങ്ങൾ കൂടെ അദ്ദേഹം പയറ്റുകയില്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ അതിവിദഗ്ധനാണ് സി ദിവാകരൻ. അത് കരുനാഗപ്പള്ളിയിൽ 2006 ശേഷം 2011 മത്സരിച്ചപ്പോഴും അതിനുശേഷം CPIയിലെ ചില ഇക്വേഷൻസ് ഒക്കെ മാറിയപ്പോൾ അദ്ദേഹത്തിന് അവിടം വിട്ട് അധികം ജയസാധ്യതയില്ലാതെ നെടുമങ്ങാട് മത്സരിച്ചപ്പോൾ അദ്ദേഹം ആ വിജയം നേടിയെടുത്തു. നെടുമങ്ങാട് അദ്ദേഹം മത്സരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPIയുടെ നിലവിലുള്ള രീതി അനുസരിച്ച് അവിടുത്തെ സാമുദായിക പരിഗണനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് നേരെ എതിരായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സി ദിവാകരൻ. സി ദിവാകരൻ അങ്ങനെ ഒരു സാധ്യതയില്ലാത്തതാണ്. പക്ഷേ എന്നിട്ടും സി ദിവാകരൻ അവിടെ പോയി വിജയിച്ചു, നെടുമങ്ങാടൊന്നും വിജയിച്ചു. ആ തന്ത്രങ്ങളൊക്കെ അദ്ദേഹം ഇവിടെയും പയറ്റുന്നുണ്ടാകണം, സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ബെനറ്റ് എബ്രഹാമിന് എങ്ങനെയാണ് ഈ കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ അധികം വോട്ട് നേടാൻ കഴിഞ്ഞത്, അത് അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ CPI നേടിയ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കൂടുതൽ എങ്ങനെ നേടാൻ കഴിഞ്ഞു എന്ന് പഠിക്കുമ്പോഴാണ് ചില സമുദായത്തിന്റെ അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ വോട്ടുകൾ വന്നതാണ് അതിന് കാരണം. അതുപോലെ സി ദിവാകരനും വോട്ട് കേരളത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ലെഫ്റ്റ് വോട്ട്, അടിസ്ഥാന വോട്ടിനപ്പുറം ഒരു അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ വോട്ട് നേടാൻ കഴിയുമോ? പ്രത്യേകിച്ചും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും, മറ്റ് എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും മറ്റൊരു സമുദായത്തിൻ്റെതാകുമ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകമായി അധികമായി നേടാൻ കഴിയുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അതായത് നമ്മളിപ്പോ ബെനറ്റ് എബ്രഹാമിന്റെ വോട്ട് മാത്രമല്ല സനീഷ്, ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ വരുമ്പോൾ കുമ്മനം ജയിക്കുമെന്നൊരു സാധ്യത അങ്ങനെ വാമൊഴി മതി. തിരുവനന്തപുരത്തെ ഫലം നേരെ ഉണ്ടാകില്ല എന്ന ചില അതിൽ ഒരു BJPയുടെ ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഒരു സ്ട്രാറ്റജി തന്നെ എന്തെങ്കിലും തരത്തിൽ BJP ജയിക്കുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാകരുത് എന്നുള്ളത് ഉണ്ടാക്കാതെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക. ഇല്ല എങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ അങ്ങനെ BJP ജയിക്കുന്നു എന്നൊരു തോന്നലുണ്ടായാൽ അത് BJPക്ക് എതിരാക്കും. അവിടെ ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതിന് സാധ്യതയുള്ള മണ്ഡലമാണ്. അതായിരുന്നു BJPയുടെ തന്ത്രം. പക്ഷേ ഒരു മാധ്യമത്തിൻ്റെതായി വന്ന സർവേ ഫലം തിരുവനന്തപുരത്ത് NDAക്ക് സാധ്യത ഉണ്ട് എന്നുള്ളത് പുറത്തു വന്നത് BJPയുടെ അത്തരം തന്ത്രത്തിന് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് അടുത്ത തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഈ O രാജഗോപാൽ അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ. O രാജഗോപാലിന്റെ നേരത്തെ NJ നായർ പറഞ്ഞ പോലെ സിമ്പതി മാത്രമൊന്നുമല്ല, അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, കേന്ദ്രമന്ത്രിയായിരുന്നുകൊണ്ട് അതിൽ തന്നെ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അതുപോലെ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ. ഇപ്പൊ ശ്രീരാമകൃഷ്ണൻ എന്ന പേര് കണ്ടതുകൊണ്ടാണ് ഞാൻ സ്പീക്കർ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. വോട്ടർമാരുണ്ട്. അങ്ങനെയൊക്കെ വളരെ തുറന്നു ചിന്തിക്കാനോ അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ രാഷ്ട്രീയം, ഇതിനപ്പുറത്തൊന്നുമില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ഒരു സാത്വിക ഭാവത്തോടുകൂടി ഇതിനെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു രാജഗോപാലിന് തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിലുള്ള അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. അതാണ് നേരത്തെ KJ ജേക്കബ് പറഞ്ഞത്, 6000 വോട്ട് കിട്ടുന്നത് 36,000 വോട്ട് കിട്ടുന്നത് പോലുള്ള അദ്ദേഹത്തിന്റെ അക്സെപ്റ്റൻസ്. അത് കുമ്മനം രാജശേഖരനുണ്ടോ തിരുവനന്തപുരത്തെ പൊതുസമൂഹത്തിൽ ഉണ്ടോ എന്നുള്ള പ്രശ്നം. അതുപോലെ തന്നെ നേമത്ത് രാജഗോപാൽ 50,000-ലധികം വോട്ട് പിടിച്ചു. പക്ഷെ ഇപ്പോൾ നേമത്ത് രാജഗോപാലിനോട് ആ ഒരു സ്നേഹം നേമത്തുകാർക്ക് ഉണ്ടാവില്ല. അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു വലിയ പരാതി, അവിടുത്തെ MLA കാണാനില്ല എന്നൊരു വലിയ പരാതി നേമത്തുകാർക്ക്. AK ആന്റണിയെ പോലുള്ള നേതാവ് പറഞ്ഞത് കേരളത്തിന്റെ അംബാസഡർ ആണ് O രാജഗോപാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ശബരിമല പ്രശ്നം BJPക്ക് എത്രത്തോളം ഗുണപരമായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള പ്രശ്നം, അതിൽ BJPക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം,
കുമ്മനം രാജശേഖരനെ ആ ഒരു നിർണായകമായ കാലത്ത് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് BJPക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹം ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്തതുപോലെ ആവില്ല. കുറെ കൂടി അവർക്ക് ഗുണപരമായ രീതിയിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുകയും ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കുന്ന രീതിയിലും ആയിരിക്കില്ല. ഒരൊറ്റ കാര്യം കൂടിയുണ്ട്, നമുക്ക് സമയം കൂടുതലാണ്. ഒറ്റ കാര്യം, യഥാർത്ഥത്തിൽ ഈ ശബരിമല വിഷയം കൃത്യമായി യേശുന്നൊരു മണ്ഡലമാണോ തിരുവനന്തപുരം? അതായത് ശബരിമല ഒരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായിരിക്കുന്നവർ പക്ഷേ തിരുവനന്തപുരത്തിന് അപ്പുറത്തുള്ള മണ്ഡലങ്ങളിലൊക്കെ ആയിരിക്കും. തിരുവനന്തപുരം പ്രധാനപ്പെട്ട സ്ഥലമാണോ? അല്ല, തിരുവനന്തപുരത്ത് ഒരു വിഭാഗം വോട്ടർമാരാണോ അത്? ഒരു വിഭാഗം വോട്ടർമാരിലും ആ വോട്ടർമാർ വഴി അത് ട്രാൻസ്മിറ്റ് ചെയ്ത് മറ്റൊരു വിഭാഗത്തിലേക്കും എത്തിക്കാനൊക്കെ കഴിയും. അത് എങ്ങനെയാണ് ആ വിഷയത്തെ ഹിന്ദു വിഷയം എന്ന നിലക്കാണെങ്കിൽ അത് വരും ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുന്നത്, അത് എങ്ങനെ അതിനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിനൊക്കെ ഒരു കൃത്യമായ പ്ലാൻ വേണം. പക്ഷെ അത് കൈകാര്യം ചെയ്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് മൊത്തത്തിൽ പാളിപ്പോയി. പക്ഷെ കുമ്മനമായിരുന്നുവെങ്കിൽ കുമ്മനം രാജശേഖരൻ പെട്ടെന്ന് വന്നിട്ട് അത് ഏറ്റെടുത്തത് കൊണ്ടൊന്നും ആ ഒരു ഗുണം ചെയ്യില്ല. പക്ഷെ നേരത്തെ ആയിരുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ ഇതിനേക്കാൾ മെച്ചമായ ഒരു അവസ്ഥ BJPക്ക് ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ NJ നായർ, ഒരൊറ്റ കാര്യം, അതായത് താങ്കളൊരു പ്രവചനത്തിന് തയ്യാറാകുമോ? ഇവിടെ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഇന്നയാളാണ് മുന്നിൽ നിൽക്കുന്നത്, ഇന്നയാൾ വിജയിച്ചേക്കാമെന്ന് പറയാവുന്ന ഒരു കാര്യമുണ്ടോ? സതീഷ്, അങ്ങനെ ഒരു പ്രവചനം തികച്ചും അസാധ്യമാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. പിന്നെ രാജഗോപാലിന്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ എന്നാൽ ശ്രീ കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തോളം വരുമോ എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. പിന്നെ നേമത്തെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു. നേമത്തെ UDF സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു ബലത്തിൽ, വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് അവിടെ ഈ വോട്ട് എക്സ്ചേഞ്ചിനെ കുറിച്ച് വളരെ വ്യാപകമായ ആരോപണങ്ങളും ഉയർന്നതാണ്. പക്ഷെ അതുകൊണ്ട് കമ്മിങ് ടു ദ പോയിന്റ്, ഈ ഒരു പ്രവചനമൊന്നും സാധ്യമല്ല. എങ്കിലും ഈ മൂന്ന് മുന്നണികളും ഇന്ന് തുല്യമായ അവസ്ഥയിലാണ്. കഴിഞ്ഞ തവണ LDF ബാക്ക് ഫുട്ടിലായിരുന്നു, ഇത്തവണ അങ്ങനെ ഒരു അവസ്ഥയില്ല. അവര് UDFനോടൊപ്പവും NDAയോടൊപ്പവും തുല്യമായ നിലയിലായി നിൽക്കുന്നത്. ഇനിയുള്ള 15 ദിവസം വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് പ്രവചനം അസാധ്യമല്ലെങ്കിലും ഈ തുല്യമായ ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നതാണ് പറയാനുള്ളത്. ആരാണ് മുന്നിൽ എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചാൽ ഇന്നയാളാണ് മുന്നിൽ എന്ന് പറയാവുന്ന നില തിരുവനന്തപുരത്ത് ഇല്ല എന്നതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്തെ പോരാട്ടത്തെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമൊക്കെ വന്നതിന് ശേഷം പോലും തിരുവനന്തപുരത്തെ പോരാട്ടം അതീവ ശ്രദ്ധയോടെ ഇനിയുള്ള ദിവസങ്ങൾ കൂടെ നോക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രവചന അസാധ്യമാണ് എന്ന സാഹചര്യം വെച്ചുകൊണ്ട്.